ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം കൂടി ഉണ്ടാക്കാം. ഞാൻ ആ പായസം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി, അവരെല്ലാവരും കഴിച്ചേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പപ്പായ വെച്ചിട്ടുള്ള പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പപ്പായ അരിഞ്ഞത് ആണ്. പിന്നെ ഒരു 1/2 ലിറ്റർ പാല്, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്തിടാനായിട്ട് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ചവ്വരി, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. കണ്ടൻസ് മിൽക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ അതിന് പകരം 2 സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. പിന്നെ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ, ഏലക്കപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ള് ഉപ്പുമാണ് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ പപ്പായയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളത് വീട്ടിലൊരു കറിയൊക്കെ വെക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ ഭയങ്കര മടിയൊക്കെ അല്ലേ. അപ്പം അത് പായസമായിട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവരെല്ലാവരും അത് കഴിക്കും. ഇവിടെ കുട്ടികൾ പപ്പായയുടെ കറിയൊന്നും കൂട്ടുമില്ല. അപ്പം ഞാനത് പായസം വെച്ച് കൊടുത്തിട്ട് അവരത് കഴിച്ചു കഴിഞ്ഞാണ് ഞാൻ അവരുടെ അടുത്ത് പറയണത് പപ്പായ ആണെന്ന്. പക്ഷേ അവർക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ പായസമാണെങ്കിൽ മക്കളൊക്കെ നന്നായി കുടിക്കുകയും ചെയ്തു. ആദ്യം തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ ചവ്വരി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. തിളച്ച് വരുമ്പോൾ തന്നെ അതൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് മാറും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. അതേ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പപ്പായയുടെ കളറൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഷ്ണങ്ങളിൽ നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അതിലെ വെള്ളം വറ്റുന്നിടം വരെ. 4 മിനിറ്റ് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ആ പപ്പായ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കണം. നമ്മുടെ മിക്സ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളത് ഇളക്കി കൊണ്ടിരിക്കണം. പപ്പായ പീസസ് ആയിട്ട് അരിയുന്നതിന് പകരം അത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അന്നേരം പായസത്തിന് കുറച്ച് കട്ടി കൂടുതലായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് ഒന്നും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കട്ട് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ അതാ നമുക്ക് പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് കടിക്കാൻ പറ്റില്ല. അതൊരു നല്ല ടേസ്റ്റാണ്. പായസം ഒരുവിധം കുറുകി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഇളക്കുക. അത് ഏലക്കാപ്പൊടി ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കും കുറേ അധികം ഉണ്ടെന്നില്ല, 1 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത്ര അധികം ഉണ്ടെന്ന് തോന്നുന്നത്. പായസം ഒരുവിധം നന്നായി കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കി ഒരു 3-4 മിനിറ്റ് ഇവിടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1 പിഞ്ച് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കുക. നമുക്കറിയാം ഒരു സേമിയ പായസത്തിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
നമ്മുടെ പായസം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. വളരെ എളുപ്പമല്ലേ ഈ പായസം ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.